ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒക്ടോബർ 10-ാം തീയതി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ അടുത്ത വമ്പൻ പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ തമിഴിൽ നിന്ന് വരാനിരിക്കുന്ന സൂര്യയുടെ കങ്കുവ. ഏകദേശം 1-2 ദിവസങ്ങൾക്ക് മുന്നേ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ കങ്കുവയുടെ റിലീസ് ഇപ്പോഴത്തെ ഒക്ടോബർ 10-ൽ നിന്നും നീട്ടിയിരിക്കുകയാണ്. കങ്കുവയ്ക്ക് ക്ലാഷ് റിലീസായിട്ട് കഴിഞ്ഞ ദിവസം റിലീസ് തീയതി ഒക്ടോബർ 10-ന് തന്നെ പ്രഖ്യാപിച്ച വേട്ടയൻ എന്ന രജനി സിനിമ വന്നതോടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോഴത്തെ കങ്കുവയുടെ റിലീസ് നീട്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അപ്ഡേറ്റും ഒപ്പം തന്നെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപനവും കങ്കുവയുടെ ഭാഗത്ത് നിന്ന് ഉടനെ ഉണ്ടാകും. നിലവിൽ ദീപാവലി റിലീസായിട്ട് ഒക്ടോബർ 31-ലേക്കാണ് കങ്കുവയുടെ റിലീസ് ഇപ്പോഴത്തെ നീട്ടിയിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി മാറ്റത്തിൽ കനത്ത നിരാശയിലാണ് ആരാധകരെന്നാണ് എക്സിലെ ട്വീറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. റിലീസ് മാറ്റിവെക്കേണ്ട ഒരാവശ്യവുമില്ല. സിനിമയിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ വേട്ടയനോടൊപ്പം ധൈര്യമായിട്ട് ക്ലാഷ് വയ്ക്കാവുന്നതേ ഉള്ളൂ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ കങ്കുവ എന്ന സിനിമ ഒക്ടോബർ 31-ലേക്ക് പോയാലും അവിടെ വേറെ ക്ലാഷ് റിലീസുകൾ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിലൊന്ന് ശിവകാർത്തികേയന്റെ നേരത്തെ റിലീസ് തീയതി പ്രഖ്യാപിച്ച അമരൻ എന്ന സിനിമയാണ്. ഒക്ടോബർ 31-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്ന സിനിമയാണ് അജിത്തിന്റെ വിടാമുയർച്ചയെങ്കിൽ പോലും നിലവിലെ സിനിമ ദീപാവലി റിലീസിൽ നിന്നും പിന്മാറി നവംബറിലേക്ക് റിലീസ് മാറ്റിയിരിക്കുന്നു എന്നാണ് വിവരം. അധികസമയം ഏകദേശം ഒരാഴ്ചക്കിടയിൽ റിലീസ് തീയതി പ്രഖ്യാപിച്ച ദുൽഖറിന്റെ സിനിമയാണല്ലോ ലക്കി ഭാസ്കർ. സിനിമയുടെ റിലീസ് തീയതി നിലവിൽ ഒക്ടോബർ 31-നാണ്. കങ്കുവ ഒക്ടോബർ 31-ന് റിലീസ് തീയതി ലോക്ക് ചെയ്യുകയാണെങ്കിൽ ലക്കി ഭാസ്കർ എന്ന സിനിമയെ തേടി വീണ്ടും ക്ലാഷ് കുരുക്കെത്തും. നേരത്തെ സെപ്റ്റംബർ 27-ന് റിലീസ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ദേവര വന്നതുകൊണ്ട് സിനിമ പിന്നീട് സെപ്റ്റംബർ 7-ലേക്ക് റിലീസ് നീട്ടി. പിന്നാലെ കോട്ടിന് വൻ റിലീസ് എന്നൊരു റിപ്പോർട്ട് വന്നതോടെ ലക്കി ഭാസ്കർ എന്ന സിനിമ ഒക്ടോബർ 31-ലേക്ക് പോകുകയായിരുന്നു. ഇപ്പോഴിതാ അവിടെയാണെങ്കിൽ കങ്കുവ റിലീസ് ലോക്ക് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ദിവാലി റിലീസുമായി ബന്ധപ്പെട്ട സിനിമകളുടെ കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ ഒക്ടോബർ 3-ാം തീയതി റിലീസ് തീയതി പ്രഖ്യാപിച്ച കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലെ ലാലേട്ടൻ സിനിമയാണല്ലോ ബറോസ് റിലീസ് ചെയ്ത് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ കങ്കുവ എത്തുന്നത് കൊണ്ട് ബറോസ് എന്ന സിനിമയെ അത് ബാധിക്കുമെന്നൊക്കെ നേരത്തെ പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കങ്കുവയുടെ റിലീസ് മാറ്റിയതോടെ ബറോസ് എന്ന സിനിമയെ സംബന്ധിച്ച് ബറോസ് പോസിറ്റീവ് ആണെങ്കിൽ 2-ാം വാരവും തിയേറ്ററുകളിൽ തകർത്തോടും എന്നാണ് നിലവിൽ നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ പൂജ നാളുകളിൽ തകർത്തോടാനായിട്ട് ബോക്സ് ഓഫീസിനെ റാഞ്ചാനായിട്ട് ബറോസിന് കഴിയട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ വേട്ടയൻ എന്ന സിനിമയെ കുറച്ച് കാണാനായിട്ട് കഴിയില്ല എങ്കിൽ പോലും രജനി സിനിമ നിലവിൽ ലാലേട്ടിന് വലിയ ഭീഷണിയല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതേസമയം വേട്ടയൻ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഗോകുല മൂവീസും ഒപ്പം തന്നെ ബറോസ് തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുന്ന ആശീർവാദ സിനിമാസും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടി പൂജ നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ബറോസ് ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളുടെ വാർത്തകൾ കേട്ട്.